ഓളോടെ ഓള് മുകളിലുണ്ട്. ആ യൂസുഫ് ഇരിക്കേ. ഓള് മുകളിലല്ലേ, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അല്ലാണ്ടുമ്മ സൈക്കോ. വാതിലോർക്കാൻ നിന്റെ മാപ്പിളയാണ് പറയണത്. ഏത് വകുപ്പില്? എന്റെ നിക്കാഹും മഹറും നിലനിൽക്കുന്നോടും കാലം ഞാൻ തന്നെയാണ് എന്റെ മാപ്പിള. നിക്കാഹ് ഉറപ്പിച്ച വാപ്പിയായിട്ടല്ലേ? മഹറും വാപ്പാന്റെ ലോക്കറിലുണ്ട്, ആടെ പോയി ചോദിക്കും. അന്റെ ഈ ന്യായം പറച്ചിലൊന്നും ഒരു കോടതിയിൽ നിൽക്കൂല, ഒരു മഹലിൽ നിൽക്കൂല. എടാ ബാപ്പാനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഈ ഒന്ന് മോള് പോയിട്ട് നോക്കിയാ. ആരും പോണ്ട, ഓക്കും കുറച്ചൊക്കെ ഒതുങ്ങ. അന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഡാ അജ്മലേ, നീ ഊനെടുത്തു. കൊല്ലും ഞാൻ. തുറക്കട്. എടി ആരടി ഫോണില്? ആരാ ഫോണില്? എന്റെ വാപ്പ. അനക്കത ചെവിയോട്ടൂടെ ആരാന്ന്? അനക്ക് ചെവിയിട്ടൂടെ എന്റെ വാപ്പാന്ന്. നീ വാപ്പാക്ക് വിളിക്കുന്ന റോഡ് മരാണോ വണ്ടി ഒന്ന് മാറ്റി കൊടുക്കോ? റോഡ് ബ്ലോക്കാ. ഏത് നായാണ്ടാ ഇത് വണ്ടി ഇട്ടിട്ട് ബ്ലോക്ക് ആക്കിട്ട്? ആരാത്? ഈ പുള്ളിയായിട്ട് റോഡിലിട്ട് കത്തിക്കും. ആർക്കാണ് ഇത്ര കേട്? നിങ്ങളെന്താ മരണം അറിയിക്കാൻ പോകുന്നത്? പന്നി തോന്നിയ ദിവസം കാണിച്ച് നടക്കുന്നതാണ്. എന്താടാ? വേണ്ട സുഹൃത്തെ, ആ വണ്ടി എടുത്ത് മാറ്റ്. ഞങ്ങളൊരു മരണം അറിയിക്കാൻ പോകുന്നു തന്നെയാ. ഞങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചു. മരിച്ചതല്ല, കൊന്നതാ. ഇനി ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ആ വണ്ടി എടുത്ത് മാറ്റ്. എടുത്ത് മാറ്റടാ. മുത്തി വിളിച്ചാ വേണ്ടവന്റെ ഏറെപ്പത്ര കാണിച്ച് ഇളക്കുന്നു. എടുക്ക്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ഒരുത്തന്റെ വാപ്പാക്ക് വിളിച്ചു. ഗ്രേറ്റ്. ഇവനിതെവിടേക്ക് ഇടയ്ക്കിടയ്ക്ക് മുങ്ങുന്നത്? അത് തീരൂട്ടാ. എങ്കിൽ നീ വെച്ചോ, ഒരു 100 ചുവപ്പൻ വിപ്ലവവും മകൾ. അതൊരു കേറ്ററിംഗിന്റെ ഓർഡർ ചെയ്യുന്നു, പറ്റില്ലെന്ന് പറഞ്ഞു. ചക്ക എങ്ങനെയുണ്ട് സാധാട്ടാ? ചാക്ക അസലിയൊക്കെയാ. നിങ്ങൾ അകത്തേക്ക് വെച്ചോളി. ഇത് കണ്ണിന്റെ മുന്നേ കണ്ട ഇങ്ങനെ തിന്നു. ഒന്നുകൂടെ എടുക്ക. അയ്യോ വേണ്ടപ്പാ, ഗ്യാസാ. നിങ്ങൾ കൊണ്ടിക്കോളി. വേണാടാ. ഞങ്ങൾ പ്രതികളാണെന്ന് അമ്മേൻ്റെ അടുക്ക് പറഞ്ഞിട്ടില്ല. സംശയത്തിൻ്റെ പേര് പോലീസ് പൊക്കായിരിക്കാൻ മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത്. പുറത്ത് എന്തെല്ലാം സാറിട്ട് സംസാരം? ന്യൂസിൽ പോലീസൊന്നും വിട്ട് പറയാനില്ലല്ലോ. ഞാളാണെന്ന് ഓർക്ക് തിരിഞ്ഞില്ല. ഇവിടെ പോലീസുകാർ അന്വേഷിക്കട്ടെ. നിങ്ങൾ ഓർക്ക് ഇത്തിരി സമയം കൊടുക്കി. ഇതെന്തൊരു കഷ്ടമായി. ഇനി ഓരെന്ത് അന്വേഷിച്ചാലും കണ്ടുപിടിച്ചാലും എൻ്റെ മക്കൾക്കൊരു കേടും പറ്റണ്ട നോക്കാൻ എനിക്കറിയാം. വല്ലാണ്ട് നമ്മൾ ഏരിയ വിട്ട് പോകണ്ട. സെക്കൻഡ് ഷോയ്ക്ക് പോറ്. സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കണ്ട. നാളെ അജീൻ്റെ വീട്ടിലേക്ക് പോടും. ആ അവിടെ എൻ്റെ അച്ഛൻ്റെ ശല്യം ഉണ്ടെന്ന് വെച്ചാൽ ബാക്കിയൊക്കെ സേഫാണ്. ടെൻഷനൊന്നും വേണ്ടടാ. എന്താവശ്യം ഉണ്ട് എന്നെ വിളിച്ചാൽ മതി. ഞങ്ങളുടെ നമ്പറിൽ നിന്ന് സദേട്ട നമ്പറിലേക്ക് വിളിക്കണ്ടല്ലോ. എൻ്റെ നമ്പറിലേക്ക് അല്ലാണ്ട് എൻ്റെ അമ്മോൻ്റെ നമ്പറിലേക്ക് വിളിച്ചാൽ എന്നെ കിട്ടുമോ? നീ വിളിക്കടാ. സൈബർ സെല്ല് എന്തൊലൊക്കെ ആക്കാനും ആക്കുന്നെങ്കിൽ ആക്കട്ടെ. അതും ശരി. എന്തോന്നാലും ഞാനുണ്ടാ. നീ പോയി ചാക്കട കീട്ടമ്മേ. എടാ അത് നോക്ക്. നീ പോടാ ചാണക കീടമേ. അങ്ങനെ അത് പറ്റൂല. ഇത് പോരാളി ചെകുവേര എന്ന ഗ്രൂപ്പാണ്. കുറച്ച് സ്റ്റാൻഡേർഡ്. പോരാളി ചെകുവേര എൻ്റെ അക്കൗണ്ടാണ്. ചെകുവേരയും ഞാനാണ്, ഫിയൽ കാസ്റ്ററും ഞാനാണ്. പിന്നെ ഇവരുടെ പൊട്ടത്തരം മാത്രം വിളിച്ചെറിയുന്ന ഗ്രൂപ്പ് ഉണ്ടല്ലോ, സുദർശനം ഗ്രൂപ്പ്, അതും ഞാനാണ്. മോനെ എത്ര പോലും ഞാൻ എൻ്റെ അച്ഛനോട് വിളിച്ചിരിക്കുന്നു. ഈടാ അത് ഇവൻ്റെ അച്ഛനല്ലല്ലോ, ഓറച്ഛനല്ലേ. നിന്റെ അച്ഛനെന്താ ഭ്രാന്ത? രാത്രി ഒന്ന് വിളക്കിൽ എണ്ണ വയ്ക്കുന്നത്. ഓയിശ് എൻ്റെ മോനെ ഒന്നും പറയണ്ട. കെടാ വിളക്കാണ് ഒരു കെടാ വിളക്ക്. ഇതും പറഞ്ഞ ഒരു 1.5 ലിറ്റർ വെളിച്ചെണ്ണ ഒരു ദിവസം തീർക്കുന്നത്. ഇനി എണീറ്റ് വന്ന് പിന്നെ ഒഴിക്കും. ഓ ഉറക്കല്ല, ഇതൊക്കെ സഹിക്കാം. മണിയടിയെ സഹിക്കാൻ പറ്റത്. ഓ ശരി അമ്പൂരിയെ. ഇതൊക്കെ അല്ലേ? ആ ചെകുവേര മതി. ഇതിന് ഫെഡറൽ കാസ്റ്റിൻ്റെ പേജ് എടുക്കും. സാധനം മറ്റേ താഴ്വണ എല്ലാം തീരും. ഓരടുത്ത ജില്ലത്തിന് നിങ്ങളിതോടെ ഉറങ്ങിയിട്ടില്ലേ കുട്ടികളെ? പാതി രാത്രിക്ക് അവൻ്റെയൊക്കെ പടക്കം പൊട്ടിക്കല്
അതിനോട് എന്തിനാണ് എന്ത് പാവോ സ്വൈര്യം തരേണ്ടത് തലക്ക് എനിക്കൊന്ന് മൂപ്പര് അമ്പലത്തിൽ കതിനൊട്ടിന്ന് വിചാരിച്ചു വന്നാ ഞാൻ ഇത് എടുത്തെടുത്ത് കൊണ്ടുവെക്കട്ടെ. എടാ പോയ വണ്ടിയുടെ സൗണ്ട് കേട്ടിട്ട് ഏതാന്ന് യമഹയെന്ന്. ഇനി അതേ സതേട്ടനെ വിളിക്കും. ഇതോരൊന്നും ഞെട്ടിക്കാൻ വേണ്ടി ഇറങ്ങതാ. തീർക്കാനാണെങ്കിൽ പൊരക്കല്ലേ അറിയാ. ഉന്നം തെറ്റിയതും ആവല്ലോ സാധാരണ. ഓരെന്താ സമയം അത്രയ്ക്ക് പണി അറിയാത്തവരാ. എന്തായാലും നമ്മെ പറയാൻ നിൽക്കണ്ട, അവിടെ നിൽക്കട്ടെ. എന്താ സദാ എന്താ മാഷ്ക്ക് മനസ്സിലായില്ലേ പാർട്ടിന്റെ ഓ എന്താ പേ വൈക്ക് നിങ്ങളൊന്നും മിണ്ടുകയില്ല പറയുകയില്ല. നല്ലൊരു പ്രശ്നമുള്ള സ്ഥിതിക്ക് നമുക്ക് വരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഇതങ്ങനെ പാർട്ടിക്കാരിടപെട്ട് തീരേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾ കൂട്ടക്കാരും മഹലിൽ സംസാരിച്ച് തീരേണ്ടതേ ഉള്ളൂ. എന്നിട്ട് തീർന്ന ഓ ഒക്കെ സോൾവായി. പെൺകുട്ടി പിയാപ്പിളേന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഇറങ്ങും. ആ അപ്പൊ പ്രശ്നം തുടങ്ങിയിട്ടേ ഉള്ളൂ. നിങ്ങളിപ്പോൾ നടപ്പാക്കുന്നത് ചെക്കൻ്റെ ഇഷ്ടം. എന്നാൽ ഈ വിഷയത്തിൽ പെൺകുട്ടിക്കും പാർട്ടിക്കും വേറെ നിലപാടാവുള്ളൂ. ഏതാ ചെക്കൻ? ഞാനാണ്. ആ എൻ്റെ ഒപ്പരം വരാൻ ഈ പെൺകുട്ടിക്ക് ഇഷ്ടമല്ല. സതേട്ടാ അതങ്ങളോട് മുമ്പ് പറഞ്ഞിന്, പക്ഷെ ഇപ്പം മാറി. കണ്ടല്ലോ അവള് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു. അത് നീ പറയുന്നല്ലേ. സംഗതി ശരിയാ, ഓള് പോവാൻ റെഡിയായിട്ട് തന്നെയാ വന്നിരിക്കുന്നത്. പക്ഷെ ഇവൻ്റെ ഒപ്പരല്ല, എൻ്റെ ചെക്കൻ്റെ ഒപ്പരം. ഷാനോ, ഇവന്റെ ഒപ്പരം. അവര് തമ്മിൽ ഇഷ്ടത്തിലാപ്പ. അപ്പൊ അവരൊരുമിച്ച് ജീവിക്കട്ടെ. ഇതൊക്കെ തീരുമാനിക്കാൻ താനാണോ? ഇന്റെ വല്യാപ്പ എനക്ക് തിരിഞ്ഞിനാ. മുത്തുക്കോയാ, ഈ ഹിമാറിനോട് പറഞ്ഞു കൊടുക്ക് ഞാനാരാന്നല്ല, ഇവിടുത്തെ പാർട്ടി എന്താന്ന്. എന്താ ഇത് ഗുണ്ടായിസോ? ഇത് ഗുണ്ടായിസല്ല, കമ്മ്യൂണിസാ. നിങ്ങൾ ചെയ്ത് ചെറ്റത്തരം. അത് നമ്മ വെച്ച് പൊറപ്പിക്കൂല. അജ്മല, എനിക്കും നിന്റെ ഏട്ടനും ഇവനായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ അത് കച്ചവടം ചെയ്ത് വീട്ടണം. അല്ലാണ്ട് ലോകത്താരും പെണ്ണു കൊടുക്കാത്ത ഈ പിരാന്തന് പെങ്ങളെ കൂട്ടി കൊടുത്തിട്ടാറ് അടി അടി കൊണ്ട് തൂറും ചക്കാതി. അതിന് നിൽക്കണ്ട. ഇതെന്തല്ല ഈ കാണുന്നേ? ഒരുവിധം കാര്യങ്ങളൊക്കെ ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഞാൻ ഉപ്പാനെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ. അപ്പോ നീ പോന്ന് ഇന്നെ കൊണ്ടുപോകാനാണ് ഷാനു വന്നിക്കണത്. നമ്മ തമ്മിൽ അറിയും. കൈരളി ഈവൻസ് കേറ്ററിംഗ്